ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നീഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെ, TS ആർതറുടെ ഷോർട്ട് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നോക്കിയിരുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് പാർട്ട് 3 ഓഫ് ദ സെയിം ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റോറി 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ 2 ഭാഗങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 3-ാമത്തെ ഭാഗം നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഐ എം ഹിയർ, ശ്വേത, അലോങ് വിത്ത് യു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? യു റിമെമ്പർ, നമ്മൾ പാർട്ട് 2 കണ്ടു അല്ലെ, ജോ തോംസൺ മാഗിയെ തന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് ജോ തോംസന്റെ വൈഫായിട്ടുള്ള ജെയിൻ, ഇത് അവർക്കൊട്ടും സ്വീകാര്യമാവുന്നില്ല അല്ലെ. അവര് ചോദിക്കുന്നുണ്ട്, മാഗിയെ പോർ ഹൗസിലാക്കായിരുന്നില്ലേ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ജോ തോംസൺ നൽകുന്നത് അല്ലെ. അപ്പൊ പറയുന്നുണ്ട്, ബൈബിളിലെ കുട്ടികളുടെ കഥകളൊക്കെ നീ വായിച്ചിട്ടില്ലേ അല്ലെ, ബൈബിളില് ചെറിയ കുട്ടികളെ കുറിച്ചുള്ള പല പരാമർശങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഈ കുട്ടിയോട് വളരെ കൈൻഡ് ആയിട്ട് അല്ലെ, ദയാപൂർവം സംസാരിക്കണം അല്ലെ. ഓർഫൺ ആണ് അല്ലെ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ഒരു സിമ്പതിയോട്, നോട്ട് സിമ്പതി ആക്ച്വലി, എമ്പതിയോട് കൂടിയിട്ട് നീ മാഗിയെ സമീപിക്കണം എന്നുള്ള രീതിക്ക് ജോ തോംസൺ പറയുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? മാഗിക്ക് സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ ജെയിനെ നമുക്ക് കാണാം. പിന്നീട് അങ്ങോട്ട് ആ ഒരു വിനീഗർ ടെമ്പേർഡ് ആയിട്ടുള്ള നമ്മുടെ ജെയിൻ അല്ലെ, മിസസ് തോംസൺ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കഥയിലൂടെ അല്ലെ. റൈറ്റ്, അപ്പൊ നമുക്ക് ബാക്കി ഇനി എന്താണ് 3-ാമത്തെ ഭാഗത്ത് വരുന്നത് എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. A light shining through the little chamber windows was the first object that attracted Joe's attention on turning towards the house. അപ്പൊ നമ്മൾ കണ്ടു, മാഗിയെ ആ ഒരു വീടിന്റെ ഫസ്റ്റ് സ്റ്റോറിയിലുള്ള അല്ലെ, ആദ്യത്തെ നിലയിലുള്ള ആ ഒരു ചേംബറിൽ, ആ ഒരു ചെറിയ റൂമിനകത്താക്കിക്കൊണ്ട് അല്ലെ, തന്റെ വൈഫിനെ അവിടെ മാഗിയോടൊപ്പം നിർത്തിക്കൊണ്ട് ജോ തോംസൺ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അല്ലെ. വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ജോ തോംസന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യം എന്താണ്? ഈ ഒരു ലൈറ്റ് ആണ്. ഓക്കെ, a light shining through the little chamber windows അല്ലെ. അപ്പം വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് as Joe turned to walk back towards the house, the first thing he noticed was a light glowing through the small room's window. ഓക്കെ, ആ ചെറിയ റൂമിന്റെ വിൻഡോസിലൂടെ ഇങ്ങനെ പുറത്തോട്ട് അരിച്ചിറങ്ങുന്ന ആ പ്രകാശം, അതാണ് ആളുടെ കണ്ണുകളിൽ ആദ്യം പെടുന്നത്. ഓക്കെ, നൗ ഇറ്റ് വാസ് എ ഗുഡ് ഒമെൻ. ഇവിടെ ഒമെൻ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ഒമെൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഇസ് ആക്ച്വലി എ സൈൻ. ഓക്കെ, ഗുഡ് സൈൻ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, ഗുഡ് സൈൻ അല്ലെങ്കിൽ സിമ്പൽ എന്നൊക്കെയുള്ള രീതിക്കാണ് നമ്മൾ ഒമെൻ എന്ന് പറയാം. ബാഡ് ഒമെൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ഈ ലൈറ്റ് കാണുന്ന സമയത്ത് ആൾ വിചാരിക്കണം, ഓക്കെ, അതൊരു നല്ല സൂചനയാണല്ലോ എന്നുള്ള രീതിക്ക് ജോ തോംസൺ വിചാരിക്കുന്നു. ഓക്കെ, now the path led him by these windows, and when opposite he could not help pausing to look in. Okay, അപ്പോൾ ആൾ നടന്നു വന്നിരുന്ന ആ വഴി അല്ലെ, സോ ദാറ്റ് പാത്ത് ഹി വാക്ക്ഡ് ഓൺ പാസ്ഡ് റൈറ്റ് ബൈ ദീസ് വിൻഡോസ്. ഓക്കെ, ഈ വിൻഡോസിന് അരികിലൂടെയാണ് ഇദ്ദേഹത്തിന് നടന്ന് വീട്ടിനകത്തേക്ക് കയറേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഈ വിൻഡോസിലൂടെ പ്രകാശം പുറത്തോട്ട് വരുന്നതായിട്ട് അദ്ദേഹം കാണുന്നത്. ഓക്കെ, സോ when he reached that particular വിൻഡോ സൈഡ്, ഓക്കെ, വിൻഡോ സൈഡിൽ ആൾ എത്തുന്ന സമയത്ത് he could not help pausing to look in എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൾക്ക് അകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നി എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. It was now dark enough outside to screen him from observation. ഓക്കെ, അപ്പൊ അത് രാത്രി ആയതുകൊണ്ട് തന്നെ
ഇറ്റ് വാസ് ഡാർക്ക് ഇനഫ് അല്ലെ, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക് ഔട്ട്സൈഡ് സോ ദാറ്റ് നോ വൺ കുഡ് സീ ഹിം ലുക്കിംഗ് ഇൻ. ഓക്കെ, ആള് ഉള്ളിലോട്ട് നോക്കി നിൽക്കുന്നത് ആർക്കും തന്നെ കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണ്, ചുറ്റും ഇരുട്ടാണ് അല്ലെ, അതുകൊണ്ട് തന്നെ അതിലൂടെ പോകുന്ന മറ്റാളുകൾക്ക് അദ്ദേഹം ഉള്ളിലോട്ട് നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഈവൻ ഉള്ളിലുള്ള ആളുകൾക്കും പുറത്തോട്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Maggie lay a little raised on the pillow with the lamp shining full upon her face. ഓക്കെ, അപ്പൊ മാഗി എങ്ങനെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്? ആളകത്തോട്ട് നോക്കുന്ന സമയത്ത് മാഗി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ആളെങ്ങനെയാണ് കിടക്കുന്നത്? ഷി വാസ് ലൈയിങ് സ്ലൈറ്റ്ലി പ്രോപ്ഡ് അപ്പ് ഓൺ എ പില്ലോ. ഓക്കെ, ഒരു പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്ത് ആണ് അവൾ കിടക്കുന്നത്. ആൻഡ് ദ ലാമ്പ് വാസ് ഷൈനിങ് ഫുൾ ഓൺ ഹെർ ഫേസ്. ഇറ്റ് മീൻസ് ആ ലാമ്പിന്റെ ലൈറ്റ് ഇറ്റ് വാസ് ഷൈനിങ് ഡയറക്ട്ലി ഓൺ ഹെർ ഫേസ്. ഓക്കെ, അവളുടെ ഫേസിൽ ലൈക്ക് ആ ഒരു വെളിച്ചം, ഓക്കെ, ആ ലാമ്പിന്റെ വെളിച്ചം കൃത്യമായിട്ട് അടിക്കുന്ന രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Mrs. Thompson was sitting by the bed talking to the child, but her back was towards the window so that her countenance was not seen. ഓക്കെ, ഇനി എന്താണ് മിസസ് തോംസൺ ചെയ്യുന്നുണ്ടായിരുന്നത്? ഷീ വാസ് സിറ്റിംഗ് ബിസൈഡ് ദ ബെഡ്. ഓക്കെ, മാഗി കിടക്കുന്ന ബെഡിന് അടുത്തായിട്ട് തന്നെ മിസസ് തോംസൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് ടോക്കിംഗ് ടു ഹർ. ഓക്കെ, മാഗിയോട് എന്തോ സംസാരിക്കുമായിരുന്നു മിസസ് തോംസൺ. ഓക്കെ, പക്ഷേ ഷീ വാസ് സിറ്റിംഗ് ലൈക്ക് ഹെർ ബാക്ക് വാസ് ടു ദ വിൻഡോ. ഓക്കെ, അപ്പൊ വിൻഡോയിലൂടെ നോക്കുന്ന സമയത്ത് ഈ മിസസ് തോംസന്റെ പുറകുവശമാണ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. ഹെർ ഫേസ് വാസ് നോട്ട് വിസിബിൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ജോ കുഡിൻ സീ ഹിസ് വൈഫ്സ് എക്സ്പ്രഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൗണ്ടനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേഷ്യൽ എക്സ്പ്രഷനെയാണ്. ഓക്കെ, അപ്പം പുറംതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിൻഡോസിലൂടെ നോക്കുന്ന സമയത്ത് ജോ തോംസണ് വൈഫിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഫ്രം മാഗീസ് ഫേസ് therefore ജോ മസ്റ്റ് റീഡ് ദ ക്യാരക്ടർ ഓഫ് their കോൺവെർസേഷൻ. ഓക്കെ, അപ്പം എന്താണ് ഈ ജോ തോംസന്റെ വൈഫ് മാഗിയുമായിട്ട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹി ഹാഡ് ടു ഗെസ് ദ മൂഡ് ഓഫ് ദെയർ കോൺവെർസേഷൻ ജസ്റ്റ് ബൈ വാച്ചിങ് മാഗീസ് ഫേസ്. ഓക്കെ, അപ്പൊ മാഗിയുടെ ഫേസ് നോക്കി വേണം അല്ലെ മാഗി കൊടുക്കുന്ന റിപ്ലൈ, അപ്പൊ ഉണ്ടാകുന്ന മാഗിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ, അത് വെച്ചാണ് ആള് ഗെസ് ചെയ്യേണ്ടിയിരുന്നത് വെദർ ദേ വർ ഹാവിങ് എ ഗുഡ് കോൺവെർസേഷൻ ഓർ നോട്ട് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. നൗ നെക്സ്റ്റ് പാര. He saw that her eyes were intently fixed upon his wife, that now and then a few words came, as if in answers from her lips, that her expression was sad and tender, but he saw nothing of bitterness or pain. Okay, ഇവിടെ പറയുന്നത് എന്താണ്? ജോ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, മാഗീസ് ഐസ് were completely focused on his വൈഫ്. ഓക്കെ, ഇന്റന്റ്ലി ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ട് ഓക്കെ നിരീക്ഷിക്കുക എന്നൊക്കെ നമ്മൾ പറയൂലേ, അപ്പൊ അങ്ങനെ ഓക്കെ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ മാഗിയുടെ കണ്ണുകൾ ദേ വർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഹിസ് വൈഫ്. ഓക്കെ, അതുപോലെ തന്നെ ഷീ വാസ് saying something as reply to whatever like Jane was asking. Okay, അപ്പൊ ജെയിന്റെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിക്ക് every now and then she was replying something. Okay, then her expression was sad and gentle. Okay, മാഗിയുടെ എക്സ്പ്രഷൻ സാഡ് ആയിരുന്നു, ഓക്കെ ജെന്റിൽ ആയിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. her expression was sad and tender. Tender എന്ന് പറഞ്ഞാൽ ജെന്റിൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ, ജെന്റിൽ. ഓക്കെ, അപ്പം അവളുടെ എക്സ്പ്രഷൻ സാഡ് ആയിരുന്നു, ജെന്റിൽ ആയിരുന്നു, ബട്ട് ഹി സോ നോ ബിറ്റർനെസ് ഓഫ് സഫറിങ് ഓൺ ഹർ ഫേസ്. ഓക്കെ, അപ്പൊ അവളുടെ ഫേസ് നോക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ബിറ്റർനെസ്സോ ഓർ ലൈക്ക് പെയിനോ ഒന്നും തന്നെ അവർക്ക് ജോ തോംസണ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, now a deep drawn breath was followed by one of relief as a weight lifted itself from his heart. Okay, അപ്പം ജോ എന്ത് ചെയ്തു? ജോ ലെറ്റ് ഔട്ട് എ ഡീപ് ബ്രെത്ത് അല്ലെ, ഒരു നെടുശ്വാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ദീർഘനിശ്വാസം അല്ലെ, അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിടുന്നു. എന്താ കാര്യം?
ഹി ഫെൽറ്റ് റിലീഫ് അല്ലെ, കുറച്ച് ആശ്വാസം തോന്നുകയാണ് ആൾക്ക് അല്ലെ. ഹി വാസ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ഓർ ഈവൻ പസിൽഡ് അല്ലെ. എങ്ങനെയാണ് തന്റെ ഭാര്യ മാഗിയെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ജോയ്ക്കുണ്ടായിരുന്നു അല്ലെ. അത് ഈ ഒരു സീൻ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നുണ്ട്, ഫെയ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ജോ ലെറ്റ് ഔട്ട് എ ഡീപ് ബ്രെത്ത് followed by a sign of relief. Okay. It was as if heavy weight had lifted off his heart. Okay. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഹൃദയഭാരം അതില്ലാതായ പോലെ ജോയ്ക്ക് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. Now, on entering, Joe did not go immediately to the little chamber. His heavy tread above the kitchen brought his wife somewhat hurriedly from the room where she had been with മാഗി. ഓക്കെ, അപ്പൊ അങ്ങനെ തിരിച്ച് ആള് വീട്ടിലോട്ട് കയറുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ജോ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ആള് സ്ട്രെയിറ്റ് ആയിട്ട് മാഗി കിടക്കുന്ന ആ റൂമിലോട്ടല്ല പോകുന്നത്. ഓക്കെ, ആള് ആദ്യം പോകുന്നത് കിച്ചണിലോട്ടാണ്. സോ ഇവിടെ ഹെവി ത്രെഡ് അല്ലെ, ത്രെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഫുഡ് സ്റ്റെപ്സ്, ഫൈൻ. അപ്പോൾ ആളുടെ ആ ഹെവി ഫുഡ് സ്റ്റെപ്സിന്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാഗിയുടെ റൂമിൽ നിന്ന് ഓടിക്കിതച്ച് നമ്മുടെ വൈഫ് കിച്ചണിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, നൗ see, Joe thought it best not to refer to the child, not to manifest any concern in regard to her. ഓക്കെ, അപ്പം ജോ വിചാരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബെസ്റ്റ് നോട്ട് ടു റെഫർ ടു ദ ചൈൽഡ് അല്ലെ, കുട്ടിയെ കുറിച്ച് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പം അതായിരിക്കും നല്ലത് എന്ന് ജോ വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ഈവൻ ഹി വാസ് നോട്ട് റെഡി ടു മാനിഫെസ്റ്റ് എനി കൺസേൺ ഇൻ റിഗാർഡ് ടു ഹർ. ഓക്കെ, ആളെ കുറിച്ച്, മാഗിയെ കുറിച്ച് വലിയ കൺസേൺ ഒന്നും കാണിക്കാതെ, അവളെ കുറിച്ച് അധികം ഒന്നും ചോദിക്കാതെ ഇപ്പം ഇങ്ങനെ പോകട്ടെ എന്നുള്ള രീതിക്ക് ജോ തോംസൺ ആലോചിക്കുന്നു. ഓക്കെ, റൈറ്റ്. നൗ, how soon will supper be ready? He asked. Right soon, answered Mrs. Thompson, beginning to bustle about. There was no asperity in her voice. Okay. അപ്പൊ എപ്പോഴാവും ഈ ഡിന്നറൊക്കെ നീ എപ്പോഴാ റെഡിയാക്കാനായിട്ട് പോകുന്നേ എന്ന് ജോ വൈഫിനോട് ചോദിക്കുന്നു. അപ്പം മിസസ് തോംസൺ എന്താണ് പറയുന്നത്? പെട്ടെന്ന് തന്നെ അല്ലെ, ഇറ്റ് വുഡ് ബി സൂൺ എന്ന് പറഞ്ഞ് ഷീ സ്റ്റാർട്ടഡ് മൂവിങ് അറൌണ്ട് ബിസിലി ടു പ്രിപ്പയർ ഇറ്റ്. ഓക്കെ, അപ്പം ആ സപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ആള് പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഓക്കെ, ഇപ്പൊ ബിഗിനിങ് ടു ബസിൽ അബൌട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടു മൂവ് അറൌണ്ട് ഇൻ എ ബിസി മാനർ എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. റൈറ്റ്, ദർ വാസ് നോ ആസ്പെരിറ്റി ഇൻ ഹർ വോയിസ്. ഓക്കെ, ഇപ്പൊ ആസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഷാർപ്നെസ് അല്ലെങ്കിൽ ഹാർഷ്നെസ് എന്നൊക്കെയുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഹാർഷ് ആയിട്ടുള്ള, ഓക്കെ, അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള, ഓക്കെ, ഷാർപ്നെസ്. ഓക്കെ, സോ ആ ഒരു ആസ്പെരിറ്റി, ആ ഒരു ഷാർപ്നെസ്, ആ ഒരു റൂഡ്നെസ് അവരുടെ ആ ഒരു വോയിസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ആഫ്റ്റർ വാഷിംഗ് ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫേസ് ദ ഡസ്റ്റ് ആൻഡ് സോയിൽ ഓഫ് വർക്ക്, ജോ ലെഫ്റ്റ് ദ കിച്ചൺ ആൻഡ് വെന്റ് ടു ദ ലിറ്റിൽ ബെഡ്റൂം. ഓക്കെ, ഇപ്പം വർക്ക്ഷോപ്പിൽ നിന്ന് അല്ലെ പണിയൊക്കെ കഴിഞ്ഞാണ് തിരിച്ച് ജോ വീട്ടിലോട്ട് എത്തുന്നത് അല്ലെ. സോ ഒബ്വിയസ്ലി ആളുടെ കയ്യിലും കാലിലും ഫേസിലും ഒക്കെ എന്തുണ്ടായിരുന്നു? ഡേർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ജോ നേരെ എങ്ങോട്ടേക്ക് പോകുന്നത്? മാഗിയുടെ അടുത്തോട്ട് പോകുന്നത്. ഓക്കെ, ജോ ലെഫ്റ്റ് ദ കിച്ചൺ ആൻഡ് വെന്റ് ടു ദ ലിറ്റിൽ ബെഡ്റൂം അല്ലെ, കിച്ചൺ വിട്ട് ലിറ്റിൽ ബെഡ്റൂമിലോട്ട് പോകുന്നു. A pair of large bright eyes looked up at him from the snowy bed. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്നോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് സിംപ്ലി മീൻസ് വൈറ്റ്. ഓക്കെ, വൈറ്റ് ഇൻ കളർ. ഓക്കെ, വൈറ്റ് ആണ് സ്നോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ പെയർ ഓഫ് ലാർജ് ബ്രൈറ്റ് ഐസ് അല്ലെ, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മാഗിയെയാണ് അല്ലെ. മാഗി തന്റെ ആ ഒരു ലാർജ് ബ്രൈറ്റ് ഐസ് വെച്ച് നമ്മുടെ ജോ തോംസനെ നോക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, looked at him tenderly, gratefully, pleadingly. How his heart swelled in his bosom. Okay, അപ്പം she was looking in such a manner that his heart melted with love എന്നാണ് ഇവിടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. ഓക്കെ, അപ്പം she was looking at him with full of tenderness, gratefulness and in a pleading manner too. ഓക്കെ, അപ്പൊ ആ ഒരു ഡീപ്പ് ഇമോഷൻ കാരണം ആളുടെ ഹാർട്ട് സ്വെല്ല് ചെയ്യുന്നതായിട്ട് നമ്മുടെ ജോ തോംസന് തോന്നുകയാണ്, മാഗി ജോ തോംസനെ നോക്കുന്ന സമയത്ത്. ഓക്കെ, റൈറ്റ്. ഇവിടെ ബൂസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെസ്റ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ ക്ലോസ് ടു ദ ഹാർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബൂസം ഫ്രണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. അപ്പൊ ക്ലോസ് ടു ഹാർട്ട് എന്നുള്ള രീതിക്കാണ് ആ ഒരു റെഫറൻസ് വരുന്നത്. ഓക്കെ,
Right. With what a quicker motion came the heartbeats. Joe sat down and now, for the first time, examining the thin frame carefully under the lamplight, saw that it was an attractive face and full of a childish sweetness which suffering had not been able to obliterate. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? മാഗി ജോ തോംസനെ നോക്കിയ സമയത്ത് ഹി ഫെൽറ്റ് ആസ് ഇഫ് ഹിസ് ഹാർട്ട് വാസ് സ്വെല്ലിംഗ് വിത്ത് ഡീപ്പ് ഇമോഷൻ, അല്ലെ? അപ്പൊ ആ ഒരു ഇമോഷന്റെ കൂടെ തന്നെ ഹാർട്ട് ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിട്ട് ജോയ്ക്ക് തോന്നുന്നു. അങ്ങനെ ഹി സാറ്റ് ഡൗൺ ബിസൈഡ് ഹർ ബെഡ്. ഓക്കെ, അപ്പോ അവളുടെ അടുത്തായിട്ട് ബെഡിൽ ജോ വന്നിരിക്കുന്നു. ഓക്കെ, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി ലുക്ക് ക്ലോസ്ലി അറ്റ് ഹർ തിൻ ബോഡി അണ്ടർ ദ ലാമ്പ് ലൈറ്റ്. അല്ലെ, അവിടെ ഒരു ലാമ്പ് കത്തുന്നുണ്ട്, അല്ലെ? ലാമ്പിന്റെ ലൈറ്റ് ലൈക്ക് നമ്മുടെ മാഗിയുടെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ ആ ലാമ്പ് ലൈറ്റിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ജോ തോംസൺ മാഗിയെ നോക്കി കാണുവാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ആൾ നോട്ടീസ് ചെയ്യുന്നത്? He noticed that she actually had a pretty face, അല്ലെ? അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഭംഗിയുള്ള, പ്രിട്ടി ആയിട്ടുള്ള ഫേസ് ആണ് മാഗിക്കുള്ളത് എന്ന് ആള് മനസ്സിലാക്കുന്നു. ആൻഡ് ഫുൾ ഓഫ് എ ചൈൽഡിഷ് സ്വീറ്റ്നെസ് വിച്ച് സഫറിംഗ് ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഒബിലിട്രേറ്റ്, അല്ലെ? ഇപ്പൊ ഒബിലിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ, നശിപ്പിക്കുക. ഓക്കെ, ഡിസ്ട്രോയ്. സോ മാഗിയുടെ ലൈഫിൽ അവൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സഫറിങ്ങിനൊന്നും, അത്തരത്തില് അവൾക്ക് അവളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്കൊന്നും അവളുടെ ആ ഒരു ചൈൽഡ് ലൈക്ക് സ്വീറ്റ്നെസ്സിനെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഷീ പൊസസ് എ കൈൻഡ് ഓഫ് ചൈൽഡിഷ് സ്വീറ്റ്നെസ് എന്നാണ് ഇവിടെ ജോ തോംസൺ മനസ്സിലാക്കുന്നത്. ഓക്കെ, നൗ ജോ ചോദിക്കുകയാണ്, യുവർ നെയിം ഇസ് മാഗി, ഹി സെഡ് ആസ് ഹി സാറ്റ് ഡൗൺ ആൻഡ് ടുക്ക് ഹെർ സോഫ്റ്റ് ലിറ്റിൽ ഹാൻഡ് ഇൻ ഹിസ്. ഓക്കെ, അങ്ങനെ ജോ വളരെ ജെന്റിലായിട്ട് അവളുടെ ആ ചെറിയ കൈകൾ, അല്ലെ, ഹോൾഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, വെദർ യുവർ നെയിം ഇസ് മാഗി ഓർ നോട്ട്, അല്ലെ? നിന്റെ പേര് മാഗി ആണോ എന്ന് വളരെ ജെന്റിലായിട്ട് മാഗിയോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം അവൾ എന്താ പറയുന്നേ? യെസ് സർ. Her voice struck a chord that quivered in a low strain of music, അല്ലെ? അപ്പം അങ്ങനെ നമ്മുടെ ജോ ചോദിക്കുന്ന സമയത്ത് ഷീ റിപ്ലൈഡ് യെസ് സർ, അല്ലെ? അപ്പൊ അങ്ങനെ ഈ യെസ് സർ എന്ന് മാഗി പറയുന്ന സമയത്ത് ലൈക്ക് സംതിങ് അബൌട്ട് ഹെർ വോയിസ് ടച്ച്ഡ് ഹിം ഡീപ്ലി ലൈക്ക് എ സോഫ്റ്റ് ലോ നോട്ട് ഓഫ് മ്യൂസിക്. ഓക്കെ, ഒരു മ്യൂസിക്കിന്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെ, മെലോഡിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ആ ഒരു നോട്ട് ഉണ്ടല്ലോ, അത് കേട്ട പോലെയാണ് അവളുടെ ആ ഒരു യെസ് എന്നുള്ള റിപ്ലൈ നമ്മുടെ ജോ കേൾക്കുന്ന സമയത്ത് ആൾക്ക് തോന്നുന്നത്. ഓക്കെ, അ കോർഡ് ദാറ്റ് ക്യൂവേർഡ്, ക്യൂവേർഡ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ഷെയ്ക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്, ഷെയ്ക്ക്. ഓക്കെ, സെക്യൂർഡ് ഇൻ എ ലോ സ്ട്രെയിൻ ഓഫ് മ്യൂസിക്. ഒരു ലോ നോട്ട് ഓഫ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് ഫീൽ ഉണ്ടാവുക, അല്ലെ? അതേപോലെയാണ് അവളുടെ വോയിസ് കേട്ടപ്പം ജോയ്ക്ക് തോന്നിയത് എന്നാണ് പറയുന്നത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. ഓക്കെ, അപ്പോ ജോ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഹാവ് യു ബീൻ സിക്ക് ലോങ്? ഓക്കെ, ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ വയ്യായ്മ ഉണ്ടോ എന്ന് ജോ ചോദിക്കുകയാണ്. അതിനും അവൾ എന്താ പറയുന്നത്? യെസ്, അല്ലെ? അപ്പൊ വീണ്ടും അവള് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷി വാസ് സേയിങ് യെസ് വിത്ത് സച്ച് ജെന്റിൽ പേഷ്യൻസ് ഇൻ എ വോയിസ്. ഓക്കെ, വളരെ പേഷ്യൻസോട് കൂടിയിട്ടാണ്, ആ ഒരു പേഷ്യൻസ് നമുക്ക് അവളുടെ വോയിസിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ജോ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഹാസ് ദ ഡോക്ടർ ബീൻ ടു സീ യു? ഓക്കെ, എന്താ ചോദിക്കുന്നേ? ഡോക്ടർ, അല്ലെ, വിസിറ്റ് ചെയ്യാറുണ്ടോ, നിനക്ക് മെഡിക്കൽ ഹെൽപ്പ് കിട്ടാറുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണ്. അപ്പം അതിന് മാഗി എന്താണ് ആൻസർ പറയുന്നത്? ഹി യൂസ് ടു കം. ഓക്കെ, ആള് വരാറുണ്ടായിരുന്നു, അല്ലെ, ബട്ട് നോട്ട് റീസെന്റ്ലി എന്നുള്ള രീതിക്കാണ്, അല്ലെ? മുന്നേ വരാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആള് വീണ്ടും കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കുകയാണ്, ബട്ട് നോട്ട് ലേറ്റ്ലി. ഓക്കെ, അപ്പം ഈ അടുത്തൊന്നും വന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നാണ് അവിടെ മാഗി റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഹാവ് യു എനി പെയിൻ? അപ്പൊ അടുത്ത ജോയുടെ ചോദ്യം എന്താണ്? നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെ? അല്ലെ, ഇഫ് ഷി വാസ് ഇൻ പെയിൻ എന്ന് അവിടെ ജോ ചോദിക്കുന്ന സമയത്ത് എന്താണ് അവളെ റിപ്ലൈ ചെയ്യുന്നത്? സം ടൈംസ് ബട്ട് നോട്ട് നൗ, അല്ലെ? ഇടയ്ക്കൊക്കെ പെയിൻ ഉണ്ടാവാറുണ്ട്, ചില ഇടയ്ക്കൊക്കെ വേദന വരാറുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല എന്ന് മാഗി റിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നൗ വെൻ ഹാഡ് യു പെയിൻ? അപ്പോ അടുത്ത ജോ
ജോയുടെ ചോദ്യം എന്താണ്? എപ്പോഴാണ് നിനക്ക് വേദന ഉണ്ടാവാറുള്ളത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു അല്ലേ? സോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? ദിസ് മോർണിംഗ് മൈ സൈഡ് ഏക്ഡ് ആൻഡ് മൈ ബാക്ക് ഹേർട്ട് വെൻ യു ക്യാരിഡ് മീ അല്ലെ. അപ്പം അവൾ പറയാണ് അവളുടെ സൈഡ് അല്ലെ അന്ന് മോർണിംഗ് വേദനിച്ചിരുന്നു. ആൻഡ് അവളുടെ പുറക് അല്ലെ, അതായത് പുറം വശം നമ്മുടെ ജോ തോംസൺ അവളെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് വേദനിച്ചിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത് അല്ലേ. റൈറ്റ്. അപ്പം ജോ വീണ്ടും ചോദിക്കുകയാണ്, ഇറ്റ് ഹേർട്സ് യു ടു ബി ലിഫ്റ്റഡ് ഓർ മൂവ്ഡ് അബൌട്ട്. ഓക്കെ, അപ്പം നിന്നെ എടുത്തുയർത്തുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോഴോ ഒക്കെ നിനക്ക് വേദന എടുക്കുമോ എന്ന് ജോ ചോദിക്കുന്നു. അതിന് യെസ് സർ എന്നാണ് അല്ലെ, അതെ അങ്ങനെയാണ് എന്നുള്ള രീതിക്ക് മാഗി റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ വീണ്ടും ജോ ചോദിക്കുന്നുണ്ട്, യുവർ സൈഡ് ഡസൻറ്റ് ഏക്ക് നൗ. ഓക്കെ, ഇപ്പൊ നിനക്ക് സൈഡ് വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നുള്ള രീതിക്ക് മാഗി റിപ്ലൈ ചെയ്യും. ഓക്കെ, നൗ ഡസ് ഇറ്റ് ഏക്ക് എ ഗ്രേറ്റ് ഡീൽ അല്ലെ, ഒരുപാട് വേദന എടുക്കാറുണ്ടോ എന്നുള്ള രീതിക്ക് ആള് വീണ്ടും ചോദിക്കുന്നു. isn't it? അപ്പം യെസ് സർ ബട്ട് ഇറ്റ് ഹാസൻറ്റ് ഏക്ഡ് എനി സിൻസ് ഐ ഹാവ് ബീൻ ഓൺ ദിസ് സോഫ്റ്റ് ബെഡ് എന്ന് മാഗി വളരെ അല്ലെ വളരെ കാമായിട്ട് വളരെ ജെന്റിലായിട്ട് റിപ്ലൈ ചെയ്യുന്നു. isn't it? അപ്പം ഒരുപാട് ഹേർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താണ് അവൾ പറയുന്നത്? അങ്ങനെ ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് വേദന ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ കിടന്നതിന് ശേഷം എനിക്ക് വേദന എടുത്തിട്ടില്ല എന്നുള്ള രീതിക്ക് നമ്മുടെ മാഗി റിപ്ലൈ ചെയ്തു. ഓക്കെ, റൈറ്റ്. അപ്പൊ വീണ്ടും ജോ ചോദിക്കുകയാണ്, ദ സോഫ്റ്റ് ബെഡ് ഫീൽസ് ഗുഡ്. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് നന്നായിട്ടുണ്ടോ, നിനക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. സോ ഷീസ് റിപ്ലൈയിങ്, ഓ യെസ് സർ, സോ ഗുഡ് അല്ലെ. സോ ഷീ ഹാപ്പിലി റിപ്ലൈ, ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ് അല്ലെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ പറയുന്നത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്ന് അല്ലെ. സോ വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ മിംഗിൾഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വാസ് ഇൻ ഹർ വോയിസ്. അപ്പോൾ ഇങ്ങനെ ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് മാഗി ഇങ്ങനെ പറയുന്ന സമയത്ത് ഹർ വോയിസ് ഫുൾ ഓഫ് ബോത്ത് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ, അത് നമ്മുടെ ജോ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവളുടെ വോയിസിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഡീപ് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Supper is ready, said Mrs. Thompson, looking into the room a little while afterwards. Joe glanced from his wife's face to that of Maggie. She understood him and answered, she can wait until we are done. Then I'll bring her some things to eat. Okay, അപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മിസസ് തോംസൺ അവിടെ എത്തുന്നു. എന്നിട്ടോ ഡിന്നർ റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മുടെ ജോനോട് പറയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ജോ ആദ്യം വൈഫിന്റെ മുഖത്തോട്ട് നോക്കുന്നു, പിന്നീട് നേരെ മാഗിയുടെ മുഖത്തോട്ടാണ് നോക്കുന്നത് അല്ലെ. അപ്പം വൈഫിന് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ മാഗിക്കുള്ള ഭക്ഷണം എന്തായി എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ആള് റിപ്ലൈ ചെയ്യാണ്, ഷി ക്യാൻ വെയിറ്റ് അൺടിൽ വി ആർ ഡൺ അല്ലെ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വരെ ലെറ്റ് ഹർ വെയിറ്റ്, അത് കഴിഞ്ഞ് അവൾക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്നുള്ള രീതിക്ക് അവിടെ മിസസ് തോംസൺ പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. നൗ there was an effort at indifference on the part of Mrs. Thompson, but her husband had seen her through the window and understood that the coldness was assumed. Okay, അപ്പൊ ഇങ്ങനെ അതായത് നമുക്ക് ആദ്യം കഴിക്കാം എന്നിട്ട് മാഗിക്ക് ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയുന്ന സമയത്ത് Mrs. Thompson actually tried to act as if she didn't really care about Maggie. Okay, അപ്പം അതായത് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ആര് സംസാരിക്കുന്നത്, മിസസ് തോംസൺ ഇവിടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ജോ ഹാഡ് ഓൾറെഡി സീൻ ഹർ അല്ലെ ബീങ് ജെന്റിൽ ത്രൂ ദ വിൻഡോ ഏർലിയർ. യു റിമെമ്പർ അല്ലെ, ആ വിൻഡോയിലൂടെ നോക്കിയ സമയത്ത് മാഗിയോട് വളരെ ജെന്റിലായിട്ട് സംസാരിക്കുന്ന മിസസ് തോംസൺ ആര് കാണുന്നുണ്ട്, നമ്മുടെ ജോ കാണുന്നുണ്ട് അല്ലെ. അപ്പം ഇതൊക്കെ വൈഫിന്റെ വെറും അഭിനയമാണ് എന്നുള്ളത് ആര് മനസ്സിലാക്കുന്നുണ്ട്, ജോ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മാഗിയോട് ശരിക്കും വൈഫിന് താല്പര്യമുണ്ട് എന്നുള്ളത് ജോ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ഹി ന്യൂ ദിസ് കോൾഡ് ആറ്റിറ്റ്യൂഡ് വാസ് ജസ്റ്റ് ആൻ ആക്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൾഡ് ആറ്റിറ്റ്യൂഡ് അല്ലെ, ഈ ഒരു ഇൻഡിഫറൻസ് അതൊക്കെ ജസ്റ്റ് അസ്യൂം ചെയ്തിട്ടുള്ളതാണ്, പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, Joe waited after sitting down to the table for his wife to introduce the subject uppermost in both of their thoughts.
But she kept silent on the theme for many minutes and he maintained a like reserve. ഓക്കെ, ഇപ്പൊ എന്താണ്, അങ്ങനെ ഡിന്നർ ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരുന്നതിന് ശേഷം ജോ വെയിറ്റഡ് ഫോർ ഹിസ് വൈഫ് ടു ബ്രിങ് അപ്പ് ദ ടോപ്പിക് ഓൺ ബോത്ത് ദെയർ മൈൻഡ്സ്. ഓക്കെ, തങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡ്സിലുള്ള മനസ്സിലുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഭാര്യ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ജോ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്, ബട്ട് ഷീ സ്റ്റേഡ് ക്വൈറ്റ് അബൌട്ട് ഇറ്റ്. അല്ലെ, കുറേ സമയം മാഗിയെ കുറിച്ച് ആരും രണ്ടുപേരും സംസാരിക്കുന്നില്ല. ഓക്കെ, വൈഫും സംസാരിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ജോയും സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആ ലൈക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ ആ സിമിലർ കൈൻഡ് ഓഫ് സൈലൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസർവ് മീൻസ് സൈലൻസ്. സോ ഹിസ് വൈഫ് വാസ് സൈലന്റ്. സോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജോയും അത്തരത്തിലുള്ള ഒരു സൈലൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അറ്റ് ലാസ്റ്റ് ഷീ സെഡ് abruptly. Okay, അങ്ങനെ അവസാനം മിസ്സസ് തോംസൺ സഡൻലി ആസ്ക്ഡ് സംതിങ്. എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ് ചൈൽഡ്? ഓക്കെ, അപ്പൊ അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സഡൻലി എന്നുള്ള മീനിങ് വരുന്നത് കേട്ടോ, ക്വിക്ലി ഓർ സഡൻലി. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മുടെ ജോന്റെ അടുത്ത് വൈഫ് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ് ചൈൽഡ്? ഓക്കെ, അപ്പൊ ആ കുട്ടിയെ കൊണ്ട് എന്താണ് ചെയ്യാനായിട്ട് പോകുന്നേ? വാട്ട് ഹി പ്ലാൻ ടു ഡു വിത്ത് മാഗി എന്ന് ഇവിടെ ജെയിൻ, ഓക്കെ, നമ്മുടെ ജോ തോംസന്റെ വൈഫ് ജോയിനോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ജോ പറയുന്നത് നോക്കിക്കേ. ഐ തോട്ട് യു അണ്ടർസ്റ്റുഡ് മീ ദാറ്റ് ഷീ വാസ് ടു ഗോ ടു ദ പുവർ ഹൗസ്, റിപ്ലൈഡ് ജോ ആസ് ഇറ്റ് സർപ്രൈസ്ഡ് അറ്റ് ഹർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം മിസസ് തോംസൺ ഇങ്ങനെ ചോദിച്ച സമയത്ത് ജോ എന്താണ് പറയുന്നത്? ഹിസ് പ്രിറ്റൻഡിങ് സർപ്രൈസ്. ഓക്കെ, സർപ്രൈസ്ഡ് ആയ പോലെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട്, അഭിനയിച്ചുകൊണ്ട് ജോ ചോദിക്കുകയാണ്, നിനക്ക് ഓൾറെഡി അത് അറിയാവുന്നതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ അല്ലെ, മാഗി പോർ ഹൗസിലോട്ട് പോകാൻ പോകുന്ന ആളാണ്, അത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നുള്ള രീതിക്ക് നമ്മുടെ ജോ വൈഫിനോട് ചോദിക്കുന്നു. ഓക്കെ, now Mrs. Thompson looked rather strangely at her husband for sonic moments and then dropped her eyes. Okay, അപ്പൊ മിസസ് തോംസൺ എന്താണ് ചെയ്യുന്നത്? ഷീ ഗേവ് ഹർ ഹസ്ബൻഡ് ആൻ ഓഡ് സെർച്ചിങ് ലുക്ക് ഫോർ എ ഫ്യൂ മൊമെന്റ്സ്. ഓക്കെ, അപ്പം ഒരു റാദർ സ്ട്രേഞ്ച്ലി അറ്റ് ഹർ ഹസ്ബൻഡ് ഫോർ സോണിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം, ഓക്കെ, ഫ്യൂ മൊമെന്റ്സ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഓഡ് ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ മിസസ് തോംസൺ ജോനെ നോക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒന്നും പറയാതെ, ഓക്കെ, ഷീ ഡ്രോപ്ഡ് ഹെർ ഐസ്. നൗ ദ സബ്ജക്ട് വാസ് നോട്ട് അഗെയിൻ റെഫേർഡ് ടു ഡ്യൂറിംഗ് ദ മീൽ. As its close, Mrs. Thompson toasted a slice of bread and softened it with milk and butter. Adding to this a cup of tea, she took them into Maggie and held the small waiter on which she had placed them, while the hungry child ate with every sign of pleasure. Okay, അപ്പൊ പിന്നീട് മാഗിയെ കുറിച്ച് മിസസ് തോംസൺ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജോ തോംസന്റെ വൈഫ് മിസസ് തോംസൺ എന്ത് ചെയ്യുന്നുണ്ട്? ഷീ ടോസ്റ്റഡ് അ പീസ് ഓഫ് ബ്രെഡ്. ഓക്കെ, ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിനെ മിൽക്കും ബട്ടറും വെച്ച് സോഫ്റ്റൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഓഫ് ടീ കൂടെ വെച്ച് മാഗിയുടെ റൂമിലോട്ട് ഒരു സ്മോൾ ട്രേയിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് എന്നിട്ട് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഷി വാസ് ഹോൾഡിങ് ദിസ് പെർട്ടിക്കുലർ ട്രേ steadily so that the hungry child could eat with clear enjoyment. Okay, സോ ഇവിടെ ഈ സ്മോൾ വെയിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേ ആണ് കേട്ടോ, ട്രേ ആണ്. സോ ഒരു ട്രേയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മാഗിയുടെ അടുത്തേക്ക് മിസസ് തോംസൺ ചെല്ലുന്നു. അപ്പം മാഗി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നു അല്ലെ. സോ ഈസ് ഇറ്റ് ഗുഡ്? asked Mrs. Thompson, seeing with what a keen relish the food was taken. Okay, ഇത് നന്നായിട്ടുണ്ടോ, ഭക്ഷണം നിനക്ക് ഇഷ്ടമായോ എന്നുള്ള രീതിക്ക് നമ്മുടെ മിസസ് തോംസൺ വളരെ ലൈക്ക് ജെന്റിലായിട്ട് മാഗിയോട് ചോദിക്കുന്നുണ്ട്. സീയിങ് ഹൗ ഈഗർലി മാഗി വാസ് ഈറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ നമ്മുടെ മാഗി എന്താണ് പറയുന്നത്? ദ ചൈൽഡ് പോസ്ഡ് വിത്ത് ദ കപ്പ് ഇൻ her hand and answered with a look of gratitude that awoke to new life old human feelings which had been slumbering in her heart for half a score of years. Okay, അപ്പം ലൈക്ക് വളരെ ഈഗേർലി ആണ് അല്ലെ മാഗി ഭക്ഷണം കഴിക്കുന്നത്. സോ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാഗി paused, holding her cup, and replied with such a grateful look
that it awakened old gentle feelings inside Mrs. Thompson. Okay, അപ്പൊ മിസ്സസ് തോംസന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഓൾഡ് ജെന്റിൽ ഫീലിങ്സിനെ ഉണർത്തുന്ന രീതിക്ക് ലൈക്ക് ആണ് നമ്മുടെ മാഗി വളരെ ജെന്റിലായിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് യെസ് എന്ന് റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട് 10 വർഷങ്ങളോളമായിട്ട് those feelings had lain unused in Mrs. Thompson's heart. അല്ലെ, അതൊക്കെ വളരെ പുതുമയോടുകൂടി പുറത്തോട്ട് വരുന്നതായിട്ട് നമ്മുടെ മിസസ് തോംസൺ തോന്നുകയാണ്. ഓക്കെ, സോ ഷി വാസ് ഫീലിംഗ് മോർ ഹ്യൂമൻ ഫീലിങ്സ് ടുവേർഡ്സ് അതേഴ്സ്. ഓക്കെ, അപ്പം ഹാഫ് ആ സ്കോർ ഓഫ് ഇയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറൌണ്ട് 10 years എന്നുള്ള രീതിക്കാണ് വരുന്നത് കേട്ടോ. അബൌട്ട് 10 years എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. We will keep her a day or two longer. She's so weak and helpless, said Mrs. Joe Thompson in answer to her husband's remark at breakfast time on the next morning that he must step down and see the guardians of the poor about Maggie. Okay, അപ്പം അടുത്ത ദിവസം നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ജോ വൈഫിനോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? ഹി നീഡഡ് ടു സീ ദ ഗാർഡിയൻസ് ഓഫ് ദ പുവർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഗാർഡിയൻസ് ഓഫ് ദ പുവറിനെ എന്തിനാണ് കാണുന്നത്? ടു സെൻഡ് മാഗി അവേ ടു ദ പുവർ ഹൗസ്. അല്ലെ, അപ്പൊ പുവർ ഹൗസിൽ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒഫീഷ്യൽസിനെയാണ് ഗാർഡിയൻസ് ഓഫ് ദ പുവർ എന്ന് പറയുന്നത്. അവരിൽ നിന്നാണ് ലൈക്ക് ജോയ്ക്ക് പെർമിറ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് സോ ദാറ്റ് ഹി കുഡ് ജോയിൻ മാഗി ടു പുവർ ഹൗസ്. ഓക്കെ, അപ്പൊ ഇന്ന് ഗാർഡിയൻസ് ഓഫ് ദ പുവറിനെ കാണാനായിട്ട് പോകണം എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ജോ പറയുന്ന സമയത്ത് മിസസ് തോംസൺ എന്താണ് പറയുന്നത്? ഷീ സെഡ് they should keep her a couple more days since she was so weak and helpless. ഓക്കെ, അപ്പം അവൾ വളരെ ഹെൽപ്ലെസ് ആണ്, വളരെ വീക്കാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അവളെ 1-2 ദിവസം കൂടെ ഇവിടെ നിർത്താം എന്ന് ആര് പറയുന്നു? നമ്മുടെ മിസസ് തോംസൺ. ഓക്കെ, ജോ തോംസന്റെ വൈഫ് പറയാണ്. She'll be so much in your way, said Joe. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിൽ ജോ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ജോ എന്താണ് പറയുന്നത്? ആക്ച്വലി ഹി ടീസ്ഡ് മിസസ് തോംസൺ ബൈ സേയിങ് ദാറ്റ് മാഗി വുഡ് ബി എ ലോട്ട് ഓഫ് ട്രബിൾ. ഓക്കെ, അതൊന്നും ശരിയാവില്ല അല്ലെ, അവള് നിനക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ പുവർ ഹൗസിലോട്ട് തന്നെ വിടാം എന്ന് ഇവിടെ ജോ പറയാണ്. ഓക്കെ, I shall mind that for a day or two, poor thing. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മിസസ് തോംസൺ എന്താണ് പറയുന്നത്? ഷി വുഡിൻ മൈൻഡ് ഫോർ ജസ്റ്റ് എ ഡേ ഓർ ടു അല്ലെ, എന്നിട്ടോ ആ ഒരു അവളോടുള്ള സിമ്പതി കാണിക്കുന്നതിനായിട്ട് പുവർ തിങ് എന്നുള്ള രീതിക്കൊക്കെ അവളെ അഡ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ, മാഗിയെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, now Joe did not see the guardians of the poor on that day, on the next, nor on the day following. In fact, he never saw them at all on Maggie's account, for in less than a week, Mrs. Joe Thompson would as soon think of taking her up on aboard in the almshouse as sending Maggie there. Okay, very interesting അല്ലേ? അപ്പം ജോ അന്നത്തെ ദിവസവും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഒന്നും തന്നെ ഗാർഡിയൻസ് ഓഫ് ദ പുവറിനെ കാണാനായിട്ട് പോയില്ല. ഓക്കെ, ഇൻഫാക്ട് മാഗിയുടെ കാര്യത്തിന് വേണ്ടി ലൈക്ക് അവരെ കാണാനായിട്ട് പോകേണ്ട ആവശ്യം ജോയ്ക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. വൈ? ബിക്കോസ് വിതിൻ ലെസ് ദാൻ എ വീക്ക് മിസസ് തോംസൺ ഹാഡ് ഗ്രോൺ സോ അറ്റാച്ച്ഡ് ടു മാഗി ദാറ്റ് ഷീ വുഡ് റാദർ മൂവ് ഇൻ ടു ദ പുവർ ഹൗസ് ഹെർസെൽഫ് ദാൻ സെൻഡ് മാഗി ദേർ. ഓക്കെ, അപ്പം ഒരാഴ്ചയൊക്കെ ആയ സമയത്ത് മാഗിയുമായിട്ട് മിസസ് തോംസൺ വളരെ അറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അഥവാ മാഗിയെ പുവർ ഹൗസിലോട്ട് അയച്ചാലും താനും കൂടെ പോവും എന്നുള്ള ആ ഒരു രീതിക്ക് മിസസ് തോംസൺ മാറുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആംസ് ഹൗസ് എന്ന് പറഞ്ഞാൽ പുവർ ഹൗസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പുവർ ഹൗസ്. ഓക്കെ, ഓൺ അബൌഡ് എന്ന് പറഞ്ഞാൽ ഓൺ ഹൗസ് എന്നുള്ള, ഓക്കെ, ഓൺ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നുള്ള മീനിങ് ആണ് ഓൺ അബൌഡിന് വരുന്നത്. ഓക്കെ, റൈറ്റ്. What light and blessing did that sick and helpless child bring to the home of Joe Thompson, the poor wheelwright? അല്ലെ, അപ്പൊ ഈ ഒരു സിക്ക് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ചൈൽഡ് അല്ലെ, ഷീ ബോട്ട് സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ ഇൻ ടു ദ ഹോം ഓഫ് ജോ തോംസൺ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. ജോൺ തോംസൺ ആ ഒരു പുവർ വീൽ റൈറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല ഫോർച്യൂണും കൊണ്ടുവരുന്നതിന് മാഗി ഈ ഒരു സിക്കായിട്ടുള്ള അല്ലെ ചൈൽഡ്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ചൈൽഡിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
It had been dark and cold and miserable there for a long time just because his wife had nothing to love and care for out of herself and so became sore, irritable, ill-tempered and self-afflicting in the desolation of a woman's nature എന്നാണ് പറയുന്നത് അല്ലേ. സോ അവരുടെ ആ ഒരു വീട്, ജോ തോംസന്റെ വീട്, ഇറ്റ് had felt dark, കോൾഡ് ആൻഡ് അൺഹാപ്പി ഫോർ എ ലോങ് ടൈം അല്ലെ. ഒരുപാട് കാലമായിട്ട് ആ ഒരു വീട് ഡാർക്ക് ആയിട്ടുള്ള, കോൾഡ് ആയിട്ടുള്ള, അൺഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അല്ലെ. മിസറബിൾ മീൻസ് അൺഹാപ്പി, അൺഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് മിസസ് തോംസൺ had no one else to love and care for അല്ലെ. മിസസ് തോംസന് സ്നേഹിക്കാനോ ടേക്ക് കെയർ ചെയ്യാനോ ആയിട്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെ. അതുകൊണ്ട് ആ വീട് വളരെ ഡാർക്ക് ആയിട്ടുള്ള, കോൾഡ് ആയിട്ടുള്ള, ഒരു അൺഹാപ്പി ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു എംപ്റ്റിനെസ് ആണ് ആക്ച്വലി അവരെ ബിറ്റർ ആക്കുന്നത് അല്ലെ. സോർ എന്ന് പറഞ്ഞാൽ ബിറ്റർ, അതുപോലെ ഇറിറ്റബിൾ ആക്കുന്നത്, അതുപോലെ ബാഡ് ടെമ്പേർഡ് അല്ലെ. ഇൽ ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ബാഡ് ടെമ്പേർഡ് ആണ്, ബാഡ് ടെമ്പേർഡ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ആൻഡ് കോസിങ് ഹെർസെൽഫ് അൺഹാപ്പിനെസ് ബിക്കോസ് ഹർ നാച്ചുറൽ നീഡ് ടു നർച്ചർ സംവൺ വാസ് ലെഫ്റ്റ് അൺഫുൾഫിൽഡ് അല്ലെ. അപ്പൊ ആ സ്ത്രീകളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള നീഡാണ് മറ്റുള്ളവരെ നേർച്ചർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഫുൾഫിൽ ചെയ്യപ്പെടാതെ പോയത് കൊണ്ടാണ് ശരിക്കും ഇവരുടെ അല്ലെ മിസസ് തോംസന്റെ ആ ഒരു സ്വഭാവം അങ്ങനെ സോറായിട്ട്, ഇറിറ്റബിൾ ആയിട്ട്, ഇൽറ്റെമ്പേർഡ് ആയിട്ട് മാറിയത്. കാരണം ആരും തന്നെ അവർക്ക് സ്നേഹിക്കാനോ ടേക്ക് കെയർ ചെയ്യാനോ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ വീട് ഡാർക്കായിട്ടും കോൾഡായിട്ടും അതുപോലെ മിസറബിൾ ആയിട്ടും മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, now the sweetness of that sick child looking ever to her in love, patience and gratitude was as honey to her soul, and she carried her in her heart as well as in her arms a precious burden. Okay, ഇപ്പൊ എന്താ പറയുന്നത് ഇവിടെ? സി, ഇപ്പം അല്ലെ, ആസ് മാഗി കെയിം ടു ഹർ ഹൗസ്, ദ സ്വീറ്റ് നേച്ചർ ഓഫ് ദ സിക്ക് ചൈൽഡ് അല്ലെ, ആ സിക്ക് ചൈൽഡിന്റെ ആ ഒരു സ്വീറ്റ് നേച്ചർ അല്ലെ, അത് ആക്ച്വലി ഫെൽറ്റ് ലൈക്ക് ഹണി ടു ഹർ സോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ അല്ലെ മിസസ് തോംസന്റെ ആത്മാവിന് തേൻ എന്നുള്ള രീതിക്ക് ഓക്കെ ഈ സിക്കായിട്ടുള്ള ആ ഒരു ചൈൽഡ് അല്ലെ മാഗിയുടെ ആ ഒരു സ്വീറ്റ് നേച്ചർ മാറി എന്നുള്ളതാണ് പറയുന്നത്. വൈ? ബിക്കോസ് ഷി ഓൾവേസ് അല്ലെ മാഗി ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ഹർ വിത്ത് ലവ്, പേഷ്യൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, so she carried Maggie not just in her arms but also in her heart, treasuring her as something precious. അല്ലെ, a precious burden എന്ന് പറഞ്ഞാൽ she consider her as something precious. ഓക്കെ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, ട്രഷറിങ് ആയിട്ടുള്ള ഒന്നായിട്ട് മാഗിയെ കണക്കാക്കി. അതുകൊണ്ട് തന്നെ മിസസ് തോംസൺ തന്റെ കൈകളിൽ മാത്രമല്ല തന്റെ ഹൃദയത്തിൽ കൂടിയാണ് മാഗിയെ കൊണ്ടു നടന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ജോ തോംസന്റെ കാര്യമാണെങ്കിലോ, ലെറ്റ് us see. As for Joe Thompson, there was not a man in all the neighborhood who drank daily of a more precious wine of life than he. Okay, ഇപ്പൊ ജോ തോംസന്റെ കാര്യമാണെങ്കിൽ no other man in the whole neighborhood experienced life's joy as richly as now he did. Okay, അപ്പം ആള് വളരെയധികം ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, an angel had come into his house disguised as a sick, helpless and miserable child and filled all its dreary chambers with the sunshine of love. അല്ലെ, എന്താ പറയുന്നത്? ഒരു ഏഞ്ചലാണ് തന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളത് അല്ലെ. ഒരു സിക്ക് ആയിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള, മിസറബിൾ ആയിട്ടുള്ള ചൈൽഡിന്റെ രൂപത്തിൽ ഒരു ഏഞ്ചലാണ്, ഒരു ദേവതയാണ് തന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളത് എന്ന് ജോ വിശ്വസിക്കുന്നു. ഓക്കെ, and she filled every gloomy room of the house with the warm sunshine of love എന്നാണ് ഇവിടെ ജോ തോംസൺ കരുതുന്നത്. ഓക്കെ, ഇപ്പൊ ഡ്രിയറി എന്ന് പറഞ്ഞാൽ ഗ്ലൂമി എന്നുള്ള മീനിങ് വരുന്നത് കേട്ടോ. ഗ്ലൂമി, സാഡ്. ചേംബേഴ്സ് മീൻസ് റൂംസ്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ സാഡ് റൂംസും അല്ലെ, സാഡ് ചേംബേഴ്സും ലവ് റിലേറ്റഡ് ആയിട്ടുള്ള സൺഷൈൻ വെച്ച് ഫില്ല് ചെയ്യാനായിട്ട് ഈ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. So that is all about an angel in disguise. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി അല്ലേ. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, കൃത്യമായിട്ട് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് സോ ദാറ്റ്
ഐ ഷാൽ ഹെൽപ്പ് ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.